ഹേ ഗൈസ്, ഞാനൊരു ഇറ്റാലിയൻ ഫിഷ് സോസ് ഉണ്ടാക്കാൻ പോവാം. അപ്പം അതിന് വേണ്ടിയിട്ട് സാൽമണാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷേ സാൽമണൊക്കെ ഭയങ്കര വിലയായതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ ലോ ലക്ഷറിയിൽ നെന്മീൻ മേടിച്ച്, നെന്മീനല്ലേ കിങ് ഫിഷ് ആയിരിക്കണം, ലവനെ മേടിച്ച് കട്ട് ചെയ്ത് വൃത്തിയാക്കി കുറച്ച് ബട്ടറിൽ നമ്മളങ്ങ് മുറിച്ചെടുക്കണ്ടോ, നല്ല മുറിഞ്ഞ് വരണം കണ്ടോ. ബട്ടറിൽ നല്ലതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഫോണരിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് കുറച്ച് ഗാർലിക്, ശരിക്കും പറഞ്ഞാൽ മറ്റേ ചെറി ടൊമാറ്റോ ആണ് വേണ്ടത്. ചെറിയ ടൊമാറ്റോ ഇല്ല, വലിയ തക്കാളി എടുത്തു. എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. നോർമലി എല്ലാവരും സാൽമൺ വച്ചിട്ടാണ് ഈ സോസൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മീനിരിക്കുന്നത് കണ്ടു, പിന്നെ ഇത് കണ്ടപ്പോൾ എങ്ങനെ സാധാരണ ഞാൻ മീൻ കറി വെക്കുന്നത് നമ്മുടെ പുളിയിട്ട് ആണ് മീൻ കറി വെക്കുക. ഇന്നൊരു വെറൈറ്റിക്ക് എന്താകും എന്നറിയില്ല, ഒരു വെറൈറ്റിക്ക് നോക്കാമെന്ന് കരുതി. സോ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ്, പിന്നെ അവനവിടെ ഷാലോ ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ആ ബട്ടറിലേക്ക് തന്നെ നമ്മൾ ഇവനിടും. ആരേ നമ്മുടെ വെളുത്തുള്ളി ഇടും. വെളുത്തുള്ളിയും ടൊമാറ്റോയും കൂടെ വഴറ്റിയതിന് ശേഷം അതിനകത്ത് കുക്കിംഗ് ക്രീം ഒഴിക്കും. സാധാരണ കുക്കിംഗ് ക്രീമിന് പകരം കുക്കിംഗ് ക്രീം ഇല്ലാത്തവർ ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂൺ, മാക്സിമം 1 ടീസ്പൂൺ മൈദ വെച്ച് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് പാലൊഴിച്ച് കട്ടിയൊക്കെ ഇട്ടാൽ ഉപ്പും കുരുമുളകും ഇട്ട് ചെയ്താൽ മതി. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ കുക്കിംഗ് ക്രീം. സോ we are going to do that. Okay, നമ്മുടെ ചേട്ടൻ ഇവിടെ ഷാലോ ഫ്രൈ ആയിട്ടൊക്കെ വേറെ ഉണ്ട്. കുറച്ചുകൂടെ ഫ്രൈ ആവട്ടെ. മീനല്ലേ, ഇറച്ചിയായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. കിങ് ഫിഷിൻ്റെ കുഴപ്പമെന്തെന്ന് വെച്ചാൽ ഇച്ചിരി നാറ്റമുണ്ട്. കൈയൊക്കെ ഒരു 10 തവണ കഴിയാലേ ഉള്ളൂ ആ നാറ്റം അങ്ങ് പോയി കിട്ടത്തുള്ളൂ. ഭയങ്കര നാട്ടം. നമ്മൾ ചേട്ടൻ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഇത് എടുത്തു. ഫിഷ് ചേട്ടൻ, കൊച്ചു ഫിഷ് ചേട്ടൻ വൈറ്റിലേക്ക് എത്തും. എന്നിട്ട് വേണം നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഈ സോസിനകത്ത് മിക്കവരും ചെയ്യുന്നതിനകത്ത് ബ്രോക്കലി ഒക്കെ ആഡ് ചെയ്യും. നമ്മുടെ കയ്യിൽ ബ്രോക്കലി ഇല്ല. സോ നമ്മൾ ഉള്ളവനെ ആഡ് ചെയ്യും. നമ്മൾ മീൻചേട്ടനെ ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ബട്ടർ, ലിറ്റിൽ മോർ ഫ്രഷ് ബട്ടറും കൂടെ, അൺസോൾട്ടഡ് ബട്ടറാണ്. തക്കാളി ആൻഡ് ഗാർലിക് ഇട്ട് സോട്ട് ചെയ്യണം. തക്കാളി നല്ല കുനുകുനായിരിക്കും, അത്രയും നല്ലത്. ഓർ കുറച്ച് സ്മോൾ സൈസിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ തക്കാളി ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗ്രേറ്റ്. പക്ഷേ ചെറിയ നമ്മൾ മേടിച്ചല്ലോ, നമുക്കിങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു ചിന്ത തലയിൽ പോകുന്നില്ലല്ലോ. ഇപ്പോൾ ഓരോരോ വീഡിയോ കാണുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ യൂട്യൂബിലുള്ള വീഡിയോസാണ്. എനിക്ക് പിന്നെ എല്ലാവരും സാൽമൺ ചെയ്തപ്പോൾ ഞാൻ നമ്മുടെ നെമ്മീൻ വെച്ചൊരു പരീക്ഷണം
എങ്ങനെ ഇരിക്കുമെന്നുള്ളത് കഴിച്ചിട്ട് പറയാം. അറ്റ്ലീസ്റ്റ് ഇതുണ്ടാക്കി കഴിഞ്ഞ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടെങ്കിലും പറയാം. യുനോ, ഞാനാണല്ലോ ഒഫീഷ്യൽ ടേസ്റ്റ് മേക്കർ. സോറി, ടെസ്റ്റർ. എന്താ തക്കാളിയാണ്. അപ്പോൾ നമുക്ക് ലവൻ റെഡി ആയിട്ടുണ്ട്. അവനെ അങ്ങോട്ട് ഒരു ഗാർലിക് ഒരു മൂത്ത് ഇച്ചിരി ബ്രൗൺ ആയി കഴിയുമ്പോൾ, അതുപോലെ തക്കാളി വേണമെങ്കിൽ ഒന്ന് ഉറച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളി ഇവനും റെഡിയാവും. അപ്പോഴേക്കും കുക്കിംഗ് ക്രീം എടുത്തിട്ട് വരാം. വെയിറ്റ് പണ്ണുങ്കോ. ഹായ്, കുക്കിംഗ് ക്രീം വന്നിട്ടുണ്ട്. അൽമറായ് കുക്കിംഗ് ക്രീം. പിന്നെ ഇവനൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് കുക്കിംഗ് ക്രീം, സോൾട്ട് നോക്കിയിട്ട് സോൾട്ട്, പെപ്പർ, പിന്നെ ഫിഷ്, നമ്മൾ സോട്ട് ചെയ്ത് വെച്ച ഫിഷ്. ബ്രോക്കലിയൊക്കെ ആഡ് ചെയ്യണമായിരുന്നു, ബട്ട് വി ഡോണ്ട് ഹാവ് ബ്രോക്കലി, സോ ദിസ് ഇസ് ഇറ്റ്. ഞാനിവിടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ് ഗായ്സ്. നമ്മുടെ ജൂനിയർ ഷെഫ് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ജൂനിയർ ഷെഫ്, സേ ഹായ്. ജൂനിയർ ഷെഫ് എല്ലാം നോക്കാൻ വന്നതാണ്. ജൂനിയർ ഷെഫിന് മിഷലൻ സ്റ്റാറൊക്കെ ഉണ്ട്. ജൂനിയർ ഷെഫ് എൻ്റെ ക്രീമൊക്കെ എടുത്തോണ്ട് പോകുന്നു. ക്രീം എവിടെ വെച്ച് അതൊന്നും എടുക്കണ്ട. ജൂനിയർ ഷെഫ് എന്താണ് പറയാനുള്ളത്? വാട്ട് ആർ വി മേക്കിംഗ്? ഇറ്റാലിയൻ അല്ലേ, ഇറ്റാലിയൻ ഫിഷ് സോസ്. Socks അല്ല, sauce. Yeah. Do you want to try the sauce? Yeah. Yes. Okay. Now mommy is cooking the sauce. Okay. Yes. Now then we have to add Almarai cooking cream. Cookie cream. Yeah. For cookie cream. Yeah. Don't open it. Okay. ചിലപ്പോൾ ഓപ്പൺ ആയി കളഞ്ഞെന്നിരിക്കും. നമ്മുടെ ഞാൻ പറഞ്ഞില്ല, അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതൊന്ന് വഴന്നിട്ട് നമ്മൾ കുക്കിംഗ് ക്രീം ഒഴിച്ച് ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് സെറ്റാക്കി. ഞാൻ ചിലപ്പോൾ ഇതിൽ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് കൂടെ ആഡ് ചെയ്യും, ഇച്ചിരി ശേഷം പൊടിക്കൈ. അപ്പോൾ കുറച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാൻ യൂസ് ചെയ്യുന്ന നോറിൻ്റെ ചിക്കൻ സ്റ്റോക്കാണ്. അടിപൊളി സാധനമാണ്. നല്ല എന്താ പറയുക, നല്ല നമുക്ക് ആ ഒരു ഫ്ലേവർ, നമുക്ക് ഈ കടയിലൊക്കെ കിട്ടുന്ന ആ ഫ്ലേവർ ഉണ്ടല്ലോ, അതിങ്ങനെ സോ അങ്ങനെയാണ്. ഇപ്പോൾ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുക്കിംഗ് ക്രീം ആഡ് ചെയ്യാൻ പോവാണ്. റോനി കാണിച്ചു തരാം ഗൈസ്. ഒരു കറിക്ക് വേണ്ട അത്രയും ക്രീം ഒഴിക്കണേ. അടച്ചു വെച്ച കൊച്ചു, പ്ലീസ് ക്യാൻ യു? കുക്കിംഗ് ക്രീമിൻ്റെ ഗുണം നമ്മൾ വേറെ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈദയൊന്നും ആഡ് ചെയ്യണ്ട. ജസ്റ്റ് ഓക്കെ. നമുക്ക് കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പൊടിക്കൈയിൽ നമ്മൾ കുറച്ച് നോറിൻ്റെ ആഡ് ചെയ്യുന്നു. കുറച്ച് നോറ്, പിന്നെ കുരുമുളക്. തീർക്കല്ലേ? തീർക്കല്ലേ പൊന്ന? അയ്യോ ഗൈസ്, എൻ്റെ ഇറ്റാലിയൻ ഫിഷ് സോസിലെ ഫിഷ് മുഴുവൻ എൻ്റെ ജൂനിയർ ഷെഫ് അടിച്ച് മാറ്റി തിന്നുന്നു.
യമ്മി ജൂനിയർ ഷെഫ് അപ്രൂവ്ഡ്. അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി വരുന്നു. ഞാൻ നോറിൻ്റെ ക്യൂബ് ഇട്ടത് ഇനി 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 നിൽക്കില്ലേ? ആ സ്മോൾ വൺ എടുത്തു. ഇനി നിൽക്കല്ലേ? ഇനി അമ്മ കറി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി വരുമ്പോൾ തരാം. ഓക്കെ. ജന്യ അത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ച് അത് അടച്ചു വെച്ചേരെ. ബിക്കോസ് എൻ്റെ കയ്യിൽ കുറച്ച് നോറുണ്ട്. ഇത് അങ്ങനെ തിന്നാനുള്ളതല്ല, ഇത് കയ്പാ. നമ്മൾ കുറച്ച് മാപ്പുള്ള കുറച്ച് കുരുമുളകും കൂടെ നമുക്ക് നമ്മൾ കുറച്ച് മുമ്പല്ല ഇതിലല്ല കുരുമുളക്. നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറ. ഇറ്റാലിയൻ ഫിഷ് സോസ്. ഇറ്റാലിയൻ ഫിഷ് സോസ് കുറച്ച് കഴിച്ചു നോക്കിയിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. അല്ല ഗൈസ്? അപ്പോൾ ഗൈസ് നമ്മൾ മീൻ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചത് ആഡ് ചെയ്യാൻ പോവാണ്. ജൂനിയർ ഷെഫിന് ഫേസ് കൂടുതൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ക്യാമറ തിരിച്ചു വച്ചിരിക്കുകയാണ്. ഞാൻ വന്നു. അയ്യോ എൻ്റെ ഫോൺ. അപ്പോൾ നമ്മൾ ഇവനെ ഇട്ടു. സോസെല്ലാം അതിൻ്റെ മേളിൽ പരക്കി ഒഴിച്ചു. എന്നിട്ട് അധികം കുക്ക് ചെയ്യാൻ വെക്കണ്ട, കാരണം ഓൾറെഡി സോസ് ആയല്ലോ. ഫിഷ് കുക്ക്ഡാണ്, സോസ് കുക്ക്ഡാണ്, നമ്മളൊന്നും ചെയ്യണ്ട. ഇത്രയേ ഉള്ളൂ. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബ്രോക്കലി ആഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ഈ കൊറിയൻഡർ ലീവ്സ്, പിന്നെ ഒറിഗാനോ, അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി യം. സോ ഇത്രയേ ഉള്ളൂ. പ്രസൻറ്റ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതാണ് എൻ്റെ കറി, ഇറ്റാലിയൻ ഫിഷ് സോസ്. ഇനി ഭർത്താവ് വന്നിട്ട് ഭർത്താവിനെ കൊണ്ട് തീറ്റിച്ചിട്ട് നമുക്ക് പറയാം ഫസ്റ്റ് റിവ്യൂ. അപ്പോൾ ഭർത്താവ് പറയും യമ്മി യമ്മെന്ന്. അപ്പോൾ ഇത് സക്സസ് ആയി. അപ്പം സാൽമൺ വേണമെന്നില്ല. കിങ് ഫിഷിങ് കൊണ്ടാണെങ്കിലും നമ്മുടെ കാര്യം സാധിക്കാൻ പറ്റും. ഓക്കെ. സെറ്റാണ് ഗൈസ്, സെറ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഇനിയിപ്പോൾ പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും സെറ്റായിരിക്കും. ഓക്കെ. സീ യു സൂൺ.